ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മഞ്ഞൾ നടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മഞ്ഞളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ മഞ്ഞൾ നട്ടു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ മഞ്ഞൾ നടാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല പോലെ മഞ്ഞൾ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മഞ്ഞൾപ്പൊടിയൊന്നും വാങ്ങാറില്ല കേട്ടോ. നമ്മൾ എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന മഞ്ഞൾ തന്നെയാണ് നമ്മൾ പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെയാണ് കേട്ടോ നമ്മൾ മഞ്ഞൾ നട്ടു കൊടുക്കുന്നത്. എല്ലാ വർഷവും ഈ ഒരു ഭാഗം തന്നെ അമ്മ മഞ്ഞൾ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും ഞാനും കൂടി ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മാസം മുന്നേ നമ്മൾ മഞ്ഞൾ വെണ്ണീറിൽ ഒന്ന് ഇട്ട് വെക്കും കേട്ടോ. അപ്പോഴതിന് മുളയൊക്കെ വരാൻ തുടങ്ങും. അതിനുശേഷമാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മണ്ണിൽ നന്നായിട്ട് ചാണകപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾ ഓരോന്നായിട്ടിലേക്ക് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അമ്മ നടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വശത്തു നിന്ന് അച്ഛൻ നല്ലപോലെ കിളച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മണ്ണ് നന്നായിട്ട് കിളച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ വളം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളം ഇട്ടിട്ട് നന്നായിട്ട് മണ്ണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മഞ്ഞൾ നട്ടു കൊടുക്കുന്നത് കേട്ടോ. ഇതിന് നല്ല പരിചരണം വേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ നട്ടു കൊടുത്താൽ ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് നന്നായിട്ട് തഴച്ച് വളർന്നോളും. പിന്നെ ഇടയ്ക്ക് നമ്മൾ വേണമെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മറ്റുള്ള വളങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ നമുക്ക് മഞ്ഞൾ കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് മഞ്ഞൾ വാങ്ങാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നല്ല മായമൊന്നും ചേർക്കാത്ത മഞ്ഞൾപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ സ്ഥലമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചാക്കിലോ മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എങ്ങനെയായാലും നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടും. അധികം പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു മാസം മുന്നേ നമ്മൾ വെണ്ണീറിലിട്ട് വെച്ച മഞ്ഞൾ ചെറുതായിട്ട് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മഴ പെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇത് നട്ടു കൊടുക്കാൻ തുടങ്ങും കേട്ടോ. ഇതുപോലെ ചാല് കീറിയിട്ടാണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ മഞ്ഞളൊക്കെ ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കിളുത്ത് വന്നതിന് ശേഷം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.